തുടക്കത്തിലേ പറഞ്ഞോട്ടെ, എല്ലാവർക്കും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രപഞ്ചശക്തി നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് നല്ല ആരോഗ്യം നൽകട്ടെ, നല്ല മനസ്സ് തരട്ടെ, നല്ല മൈൻഡ് സെറ്റ് തരട്ടെ. എല്ലാം ഏത് മേഖല നോക്കിയാലും നിങ്ങൾ മികച്ച വ്യക്തിയായി മാറട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സോ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ മിക്ക ആൾക്കാരും പലതരത്തിലുള്ള ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, പല ലക്ഷ്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടാവും, വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും ആസ് എ പേഴ്സൺ, ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ പ്രധാനമായിട്ടും 8 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ 8 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഈ 8 കാര്യങ്ങളിൽ ഉറപ്പായും ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ ലൈഫ് ഈ 2025 അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമ്പത്തിലും സമൃദ്ധിയിലും ഐശ്വര്യങ്ങളിലും ഒരു ഗ്രോത്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉറപ്പായും ഈ വീഡിയോയിൽ പറയുന്ന 8 കാര്യങ്ങൾ എല്ലാ ദിവസവും ഫോളോ അപ്പ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ സാധിക്കും. നിങ്ങളുടെ പുതുവർഷം 2025 ഓരോ ദിവസങ്ങൾക്കുള്ള യാത്രയിൽ ഗ്രീൻ ട്രൂത്ത് നിങ്ങളോടൊപ്പം ഉണ്ടാവും. മോട്ടിവേഷനായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. രാവിലെ മോർണിംഗ് മെസ്സേജസ് ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻഡ് സെഷൻസ് ഉണ്ട്. സോ ഈ ഒരു കമ്മ്യൂണിറ്റി നിങ്ങളെ ഒരുപാട് സഹായിക്കും. അതുപോലെ ഒരു സന്തോഷ വാർത്തകൾ പറയാനുണ്ട്. ഇന്ന് ഡിസംബർ 31. ഇന്നാണ് ഗ്രീൻ ട്രൂത്തിൽ ആദ്യമായിട്ട് ഒഫീഷ്യലി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് ഗ്രീൻ ട്രൂത്തിൻ്റെ 1 ഇയർ സെലിബ്രേഷനാണ്, ആനിവേഴ്സറി. ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായിട്ട് നമ്മൾ 8 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ്, നമ്മൾ ഉറക്കം എണീക്കുന്നതും ഉറങ്ങാൻ കിടക്കുന്നതും നമ്മൾ നോക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ 4:30-5 മണിക്കുള്ളിൽ ഉറക്കം എണീക്കണം. അതുപോലെ തന്നെ രാവിലെ ഉറക്കം എണീറ്റിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല ടയേർഡാവുമല്ലോ. രാത്രി 11 മണിക്കുള്ളിൽ കിടന്നുറങ്ങുകയും വേണം. സോ രാവിലെ എണീക്കുന്നത് 4:30-5 മണിക്കുള്ളിൽ, കിടക്കുന്നത് 11 മണിക്കുള്ളിലായിരിക്കണം. ഫസ്റ്റ് തിങ് മനസ്സിലാക്കുക. രണ്ടാമത്തത്, നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തിന് കൃത്യമായിട്ടും വ്യായാമം കൊടുക്കാതെ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്ത് മാറ്റിവെക്കുന്നൊരവസ്ഥയുണ്ടല്ലോ, അത് ചെയ്യരുത്. ഈ ന്യൂ ഇയർ മുതൽ നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യണം. ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം. അത് യോഗ ആവാം, അല്ലെങ്കിൽ നടക്കാൻ പോവാം, ജിമ്മിൽ പോവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. തുടക്കക്കാരെന്ന നിലയിൽ വീട്ടിൽ നിന്ന് ആദ്യം നന്നായിട്ടൊന്ന് പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് ജിമ്മിൽ പോകുന്നതായിരിക്കും ബെറ്റർ. ഇനി മൂന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ദിവസവും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. ദിവസവും പുതുതായിട്ടുള്ള നല്ല ഫ്രൂട്ട്സ് കഴിക്കുക. പഴങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ നല്ലപോലെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നട്ട്സ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ജ്യൂസസ് എന്ന് പറയുമ്പോൾ പഴങ്ങളുടെ ജ്യൂസ് തന്നെ നമുക്ക് കഴിക്കാം. അത് ആരോഗ്യത്തിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇന്ന് ഒരുപാട് ആൾക്കാരുടെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം. സോ മൊബൈൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ അവിടെ യൂസ് ചെയ്യുമ്പോൾ സമയം പോകുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, അതോ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ നശിപ്പിക്കാനുള്ള കാര്യങ്ങളിലാണോ പോകുന്നത് നോക്കുക. അതായത് ചില സമയത്തൊക്കെ നമ്മൾ റീൽസ് കാണാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും, സമയം പോകുന്നത് നമ്മൾ അറിയില്ല. സോ അതൊക്കെ ഒന്ന് കുറച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. പേഴ്സണൽ ഗ്രോത്ത് തരുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. അഞ്ചാമത്തെ കാര്യം, എല്ലാ ദിവസവും മസ്റ്റായിട്ട് പുസ്തകം വായിക്കുക. പുസ്തകം എന്ന് പറയുമ്പം വെറുതെ എന്തെങ്കിലും ഒരു പുസ്തകമല്ല, സെൽഫ് ഹെൽപ്പായിട്ടുള്ള ബുക്സ് വായിക്കുക. ഒരുപാട് സെൽഫ് ഹെൽപ്പ് ബുക്സ് ഉണ്ട്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുക്കാണ് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ബ്യൂട്ടിഫുൾ ബുക്കാണ്. അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് ആൾക്കാർ വായിക്കുന്നൊരു ബുക്കാണ് ദ സീക്രട്ട്. അതുപോലെ തന്നെ ദ സൈക്കോളജി ഓഫ് മണി.
നല്ല ബുക്കാണ്. അതുപോലെ തന്നെ നല്ലൊരു ബുക്കാണ് ഹൂ മൂവ്ഡ് മൈ ചീസ്. ഇങ്ങനെ നിരവധി സെൽഫ് ഹെൽപ്പ് ഡെവലപ്മെൻറ്റ് ബുക്സ് അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ കിട്ടും. സോ വാങ്ങുക. എന്നിട്ട് എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് 3 മുതൽ 5 പേജെങ്കിലും വായിച്ചിട്ടേ ഉറങ്ങാവൂ. എല്ലാ ദിവസവും വായിക്കാം. അപ്പോൾ എന്തിന് വായിക്കുന്നത്? നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ, അറിവ് കിട്ടിക്കഴിഞ്ഞാലോ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ മനോഹരമാക്കാൻ പറ്റും. ഗോളുകളും ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വായനാശീലം എല്ലാ ദിവസവും മസ്റ്റാക്കുക. ഇനി 6ാമത്തെ കാര്യം നമുക്ക് എന്താണെന്ന് നോക്കാം. ഓരോ 3 മാസം കൂടുന്തോറും നിങ്ങളുടെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ സ്കില്ലുകൾ പഠിക്കുക. കാര്യം വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേൾഡാണ് ഇപ്പോൾ നമ്മളിപ്പോൾ 2025 എത്തി. അപ്പോൾ AI ഒക്കെ ഒരുപാട് വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെയൊക്കെ നമ്മൾ നിൽക്കണമെങ്കിൽ, നമ്മുടെ തൊഴിൽ സാധ്യതയിലായാലും ബിസിനസ്സിലായാലും നമുക്ക് നിലനിൽക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സ്കില്ലുകൾ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. സോ സ്കില്ലുകൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ നമുക്ക് നിലനിൽക്കാനും പറ്റും. അപ്പോൾ ഓരോ 3 മാസം കൂടുന്തോറും പുതിയ സ്കില്ലുകൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 7ാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുടുംബത്തിനും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ സമയം കൊടുക്കുക. ഫ്രണ്ട്സും കുടുംബവും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? നമുക്ക് ഫാമിലി വേണം, അതുപോലെ നല്ല റിലേഷൻഷിപ്സ് വേണം. അപ്പോൾ അതിനൊക്കെ സമയം കണ്ടെത്തുക. വെറുതെ സമയം കണ്ടെത്തുക എന്നല്ല, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കുറച്ച് സമയം കൊടുക്കുന്നുള്ളൂ. ആ കൊടുക്കുന്ന സമയമെങ്കിലും ക്വാളിറ്റി ആയിട്ടുള്ള സമയം കൊടുക്കുക. നല്ല കാര്യങ്ങൾ സംസാരിക്കുക, സന്തോഷങ്ങൾ പങ്കുവയ്ക്കുക, നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, കുറേ നേരം ചിരിക്കുക. സോ അതൊക്കെ നമ്മളെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂടാനായിട്ട് സഹായിക്കും. ലാസ്റ്റ് എന്ന് പറയുന്നൊരു കാര്യം വെരി ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കേണ്ടത്, 8ാമത്തെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ഒരിക്കലും മറക്കരുത്. അതിനോടൊപ്പം പ്രാർത്ഥിക്കുക. സോ പ്രാർത്ഥനയും ഗ്രാറ്റിറ്റ്യൂഡും രണ്ടും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ തൊട്ട് തന്നെ നമ്മൾ സംസാരിക്കുക, ദൈവത്തിനോട് നന്ദി പറയുക. അതിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഓക്കെ, എല്ലാ ആൾക്കാർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ആൾക്കാർക്കും നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സോ ഏതൊക്കെ തരത്തിൽ നമുക്ക് മറ്റൊരു ആൾക്കാരെ ബ്ലെസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അങ്ങനെ ബ്ലെസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ 2025 കൂടി ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, 8 കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. അത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമൻ്റായിട്ട് ചോദിക്കാം. അതുപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റും. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യമൊക്കെ നേരുന്നു. ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ. നല്ലൊരു വർഷമായിരിക്കട്ടെ 2025. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ഈ വർഷം നേടിയെടുക്കാനായിട്ട് പ്രപഞ്ചശക്തി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.